അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിലെ വിധി ശനിയാഴ്ച അറിയും. കുഴപ്പമില്ല, വേവോളം കാക്കാമെങ്കിൽ ആറോളം കാത്താലെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്തായാലും ഇത്രയും പുള്ളിയെ ജയിലിൽ പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി. ഓക്കെ, ശനിയാഴ്ച എന്താണ് വിധി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്കതിനകത്ത് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു റേപ്പിൻ്റെ പരിധിയിൽ വരുന്നൊരു കേസല്ല. ഇതൊരു ബലാത്സംഗമല്ല. ബലാത്സംഗമായിട്ട് ഇതിനെ കൂട്ടാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരും പരസ്പര സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത്. അപ്പം റേപ്പിൻ്റെ ഒരു പരിധിയിൽ ഇതിനെ കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ റേപ്പിൻ്റെ പരിധിയിൽ ഇത് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അന്ന് നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടതായിട്ട് വരും. അപ്പം യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതികളോട് കാണിക്കുന്നതും ആ പ്രതികൾക്കെതിരെ എടുക്കുന്ന ആ ഒരു നിയമ നടപടികളൊക്കെ ഈ ഒരു വിഷയത്തിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് കൊണ്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ വീട്ടമ്മമാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ വിധി എന്താണെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞിട്ട്, കാരണം ശനിയാഴ്ച അറിയാമല്ലോ ഇതൊരു റേപ്പിൻ്റെ പരിധിയിൽ വരത്തില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കെല്ലാം. അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ ഇനി അരിയോ ഗോതമ്പോ എന്ത് തേങ്ങ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അതും അറിയാവുന്നതാണല്ലോ. ഈ ഒരു പരാതി, ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഈ ഒരു സംഭവം അത് റേപ്പിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. നിയമങ്ങളും കാര്യങ്ങളും അറിയാവുന്ന, അപ്പം ഏത് പൊട്ടനും അറിയാമെന്ന് വിചാരിച്ചു. നിയമം കാര്യങ്ങളും അല്ലെങ്കിൽ ഏത് പൊട്ടനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ശനിയാഴ്ച വിധി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കളി നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്നാണ്. കാരണം ഇത് ഇപ്പോൾ ഇടതുപക്ഷത്തെക്കാളും കൂടുതൽ പ്രതിപക്ഷത്തുള്ള ആൾക്കാരാണ് രാഹുലിനെ പൂട്ടാനായിട്ട് നടക്കുന്നത്. ഇപ്പം കോൺഗ്രസ്സിലെ മുതിർന്ന കുറേ നേതാക്കൾ അവരെയൊക്കെ ഒരു ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ, ഷാഫി ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒതുക്കുക, അതാണ് ലക്ഷ്യം. കാരണം ഇവർ നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ കയറി വന്ന ആളുകളായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം പെട്ടെന്നാണ് അവർ ജനങ്ങളുടെ മനസ്സിൽ കയറി ജനങ്ങളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും കൊണ്ടിട്ട് അതിശക്തമായിട്ട് കയറി മുമ്പോട്ട് വരുന്നത്. അപ്പം മറ്റുള്ള നേതാക്കൾക്ക് നോക്കുമ്പോഴത്തേക്ക് അവർ വർഷങ്ങളോളം അവിടെ എല്ലാം അട്ടിയിട്ട് കിടക്കുന്ന പോലെ ഒരു കഴിവുമില്ലാത്ത, ജനങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത കുറേ ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് രാഹുലിനെ പോലെയുള്ള ആളുകൾ ജനങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ, ജനങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട്, ജനങ്ങൾക്ക് എന്താണോ അവർക്ക് വേണ്ടുന്നത് അതെല്ലാം ചെയ്തു കൊടുത്ത് മുമ്പോട്ട് ജനപിന്തുണയോടെ ഇരട്ടി ശക്തിയോടെ കയറി വരുന്നത് കാണുമ്പോഴത്തേക്ക് കൃമികടിയും കണ്ണുകടിയും സ്വാഭാവികമാണ്. ഈ രാഷ്ട്രീയത്തിനകത്ത് കുതുകാല് വെട്ടുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കൂടെ നിൽക്കുന്നവൻ എന്നെക്കാളും മേലോട്ട് കയറി പോയി കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും വെട്ടി താഴെ ഇടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ രാഷ്ട്രീയത്തിനകത്തുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഒതുക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമാണ്. ഇപ്പം തന്നെ ഈ ഒരു കേസ് ഇങ്ങനെ ഇഴച്ച് നീട്ടിക്കൊണ്ട് ഇങ്ങനെ വിധി ആയിക്കോട്ടെ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് SIT റിപ്പോർട്ട് കൊടുക്കുന്നില്ല, റിപ്പോർട്ട് കൊടുക്കാൻ വൈകിപ്പിക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് കൊടുക്കാൻ വൈകിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് വേറെ ഒന്നാമത്തെ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിത എന്ന് പറഞ്ഞിട്ടുള്ള ആ പരാതിക്കാരി അടുത്ത ഒരു പരാതിയുമായിട്ട്, അന്ന് അവർ പരാതി കൊടുത്തിട്ടില്ല, ഇപ്പോൾ പരാതിയായിട്ട് മുമ്പോട്ട് വരുന്നു. അതിനകത്ത് 10ഓളം കേസുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ആ 10ഓളം കേസിൽ ഒരാൾ അത് പോലീസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരാളെ എനിക്കറിയാം, അത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പം എത്രത്തോളം രാഹുലിനെ ഈ പറഞ്ഞിട്ടുള്ള കേസുകൾ തലയെ കൊണ്ടിട്ട് കൊടുക്കാവോ അത്രത്തോളം കൊണ്ടിട്ട് കൊടുക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഇപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ പറയുമെന്നുണ്ടെങ്കിലും ആ ഒരു രാഹുലിൻ്റെ മാനസികാവസ്ഥയും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. ആ ഒരു രാഹുലിൻ്റെ ഫാമിലിയുടെ, അമ്മയുടെ, ആ സഹോദരങ്ങളുടെ, വീട്ടിൽ ഉള്ള ബന്ധുക്കാരുടെ, അവരെയൊക്കെ ഒരു മാനസികാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ വേട്ടയാടുമ്പോഴത്തേക്ക് അവരെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. എന്തുമാത്രം മാനസിക ഒരു ടെൻഷനിലൂടെയാണ്, മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നൊന്നും മറ്റുള്ളവരൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഈ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട്
ഇപ്പോൾ എനിക്കാണെങ്കിലും ഇൻസ്റ്റയിൽ ഒരുപാട് ആളുകൾ വന്ന് തെറി വിളിക്കുന്നുണ്ട്. നിന്റെ ആരാണ് രാഹുൽ, നിന്റെ കുഞ്ഞമ്മയുടെ മോനാണോ ഇത്രയും വെളുപ്പിക്കാനൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സമയങ്ങളിൽ, വീഡിയോ ഇടുന്ന സമയങ്ങളിൽ ഞാനതൊന്നും കാര്യമാക്കാറില്ല. കാരണം അതൊക്കെ എനിക്ക് പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. ഇനി അതിൻ്റെയൊക്കെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതിൻ്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു പുത്തരിയല്ല. ഇതിൻ്റെ പേരിൽ ഇനി ആരെങ്കിലും വന്ന് തെറി വിളിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ എനിക്ക് ഒരു ഇതുമില്ല. കാരണം ഞാൻ സത്യത്തിനൊപ്പം നിന്ന് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. കാരണം ഇവിടെ ഞാൻ രാഹുലിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം ഉള്ളൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെയാണ്, കളങ്കമില്ലാത്ത രാഷ്ട്രീയത്തെ. ഇതൊക്കെ ഓരോരോ വ്യക്തികളുടെ പേഴ്സണൽ ലൈഫിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് രാഷ്ട്രീയപരമായിട്ട് എടുത്ത് അതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നോക്കി, ഈ പരാതികളെല്ലാം പോയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള കെ പി സി സിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കൊക്കെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി പോയിട്ടില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പരാതി നമ്മൾക്കെതിരെ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുവട്ടങ്ങളിലോ അല്ലെങ്കിൽ നമ്മളിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് നമ്മളൊക്കെ ചെയ്യുന്നത്? ആദ്യം നമ്മൾ അടുത്ത് കാണുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയുക, പരാതി കൊടുക്കുക, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരെ മുഖ്യമന്ത്രിക്ക് അയക്കാനോ അല്ലെങ്കിൽ DGPക്ക് അയക്കാനോ അല്ലെങ്കിൽ മെയിൽ വഴി വേറെ എവിടെയെങ്കിലും അയക്കാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട KPCCക്ക് മെയിൽ അയക്കാനോ ഇങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരായിട്ടൊരാൾ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചാലോ അല്ലെങ്കിൽ DGPക്ക് ഒരു മെയിൽ അയച്ചാലോ ആ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും ആരും കാണത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ മെയിലും അതുപോലുള്ള ഈ പരാതികളൊക്കെ അവിടെ എവിടെയും പോകുമ്പോഴത്തേക്ക് ഇത്രയും ഗൗരവമായിട്ട് പെട്ടെന്ന് തന്നെ എടുത്തത് അന്വേഷിച്ച് രാഹുലിനെ ഈ പറഞ്ഞിട്ടുള്ള ഒരു മെമ്മോയും ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ രാഹുലിനെ സാധാരണ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. അത് ഓടിച്ചെന്നിട്ട് ഒരാളെ നിന്നെ അറസ്റ്റ് ചെയ്യുക വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതും ഒരു MLA സാധാരണക്കാരനാണെങ്കിൽ തന്നെ അതിനകത്ത് കുറേ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റിനെ ഏർപ്പാട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ അയാൾക്ക് പറയുക, അതുമാത്രമല്ല ഒപ്പിട്ട് മേടിക്കുക, അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതൊക്കെ ഒപ്പിട്ട് മേടിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊരു MLAക്ക് പോലും ഇത് ഇങ്ങനെയൊന്നും ചെയ്യാതെ നട്ടപ്പാതിരയ്ക്ക് വന്ന് ഒരു MLA പോലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. എന്തൊക്കെ കേസുകളാണ് രാഹുലിന്റെ തലയിൽ അടിച്ചു വെച്ചേക്കുന്നതെന്ന് നോക്കാം. മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ശനിയാഴ്ച. രാജ്യത്തിന് പുറത്തും ബന്ധങ്ങളുള്ള ആളാണ് പ്രതിയെന്നും പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും അതിജീവിത. വിശദാംശങ്ങൾ വിനു മോഹനൻ നൽകും. വിനു, ഇന്ന് എന്തെല്ലാമാണ് കോടതിയിൽ നടന്നത്? പാർവതി, ഇന്ന് ആ കേസിൽ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദമാണ് നടന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ ബാധിച്ചത് സ്ഥിരം കുറ്റവാളിയാണ്, സ്ഥിരം പ്രതിയാണ്, സ്ഥിരം അക്രമിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതിനു മുൻപും പല സ്ത്രീകളെയും പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ഗർഭം അലസിപ്പിക്കുകയും ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിദേശ ബന്ധമടക്കമുള്ള ആളാണ്. ഇത്തരത്തിൽ ഒരാൾക്ക് ജാമ്യം നൽകിയാൽ പരാതിക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രതിഭാഗം വാദിച്ചത് ഇത് ബലാത്സംഗമല്ല, അവിഹിത ബന്ധം മാത്രമാണ് ഉണ്ടായത്. കുടുംബ ജീവിതം നയിക്കുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ അറിയാതെ നടത്തിയ ഒരു ബന്ധം മാത്രമായിരുന്നു. അതിന്റെ ഭാഗമായി അവർ തന്നെ മുൻകൈ എടുത്താണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ട് ഭ്രമിക്കുകയായിരുന്നു ഈ പരാതിക്കാർ. അത്തരത്തിലുണ്ടായ ബന്ധമാണ്, അല്ലാതെ ഒരു തരത്തിലുള്ള ചൂഷണമോ ബലാത്സംഗമോ നടന്നിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. സാമാന്യ നീതിയുടെ നിഷേധമാണ് അറസ്റ്റിൽ ഉണ്ടായത്, മുൻകൂർ അറിയിപ്പ് നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഭാഗവും വാദിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്മേൽ ശനിയാഴ്ച കോടതി വിധി പറയും. പാർവതി, പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ചുമ്മാ തള്ളിവിടുക. ഇതിനൊക്കെ തെളിവ് വല്ലതും കാണിക്കുന്നുണ്ടോ? ഇതൊക്കെ പോലീസും പട്ടാളവും പറയുന്നതല്ലാതെ ഇത് വല്ല തെളിവ് കാണിക്കുന്നുണ്ടോ? തെളിവൊന്നും കാണിക്കുന്നില്ലല്ലോ. നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പോൾ 10ഓളം പരാതികൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു പോക്സോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് തെളിവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അങ്ങനെയാണ് തെളിവ് പുറത്തു വേണം. ഇത് ജനങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. അല്ലാതെ ഇത് പോലീസും കോടതിയും മാത്രം കണ്ടാൽ പോരല്ലോ, ജനങ്ങളും കൂടെ ഒന്ന് കാണണം. ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയിൽ ഇത്രത്തോളം കേസുകളുണ്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം തെളിവുകളുണ്ടോ എന്ന് ജനങ്ങളും കൂടെ കാണണമല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം പറയുന്നുണ്ട് രാഹുൽ വിദേശ രാജ്യവുമായിട്ട് ബന്ധമുണ്ട്, വിദേശത്തേക്ക് കടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിജീവിതകളായിട്ടുള്ള ഈ പരാതിക്കാരികളെ ആക്രമിക്കും, അവരെ ജീവന് ഭീഷണിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രാഹുൽ ഇത്രയും നാളും പുറത്തായിരുന്നല്ലോ. ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെയും രാഹുൽ പുറത്തായിരുന്നല്ലോ. അങ്ങനെ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊക്കെ ചെയ്യാനായിരുന്നെങ്കിൽ എന്നേ ചെയ്യാമായിരുന്നല്ലോ. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം അല്ലല്ലോ പുറത്തു വിട്ടിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതകളുടെ വോയിസും ചാറ്റുകളും ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തു വിട്ടിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ കേട്ടായിരുന്നോ, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കരുത്, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ
തൻ്റെ നഗ്ന വീഡിയോ പ്രചരിപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവസാനം വീഡിയോ വരെ ഷൂട്ട് ചെയ്തെന്നുള്ള ഇതിപ്പം വെളിയിൽ വന്നേക്കാണ്. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല എവിടെയും. ഇതൊക്കെ ഈ പരാതിക്കാരികളായിട്ട് പറയുന്ന ഈ മറ്റേ വായുവിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദൃശ്യ ശക്തികൾ പറയുന്ന മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുള്ളൂ അല്ലേ. ഇപ്പം ഈ സത്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പരാതികളോ ഇന്നിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നേരിട്ടല്ലേ പോയി പരാതി കൊടുക്കേണ്ടത്. ഇവിടെ തന്നെ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള വിദേശ രാജ്യത്തു നിന്ന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് നേരിട്ടെത്തി തെളിവ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഒരു ഒപ്പ് പോലും ഇടാതെ എങ്ങനെയാണ് ഈ ഒരു പരാതി പ്രൊസീഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാജ്യത്തിൻ്റെ എവിടെ നിന്നിട്ടും ഏത് കോണിൻ്റെ അറ്റത്ത് പോയിട്ടും ഒരു കംപ്ലൈൻറ്റ് നമുക്കൊരു പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു മെയിൽ അയച്ചാൽ പോരെ. ആ വ്യക്തിയെ പിടിച്ച് പോലീസിന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരാതിപ്പെട്ടിട്ട് ആ വ്യക്തിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാണ്ട് പോകാമെന്നല്ലേ ഉള്ളൂ. എന്തിനാണ് ഈ നേരിട്ട് വന്ന് നമ്മൾ പരാതി എഴുതി കൊടുത്ത് ഒപ്പിടേണ്ട കേസ്? ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്തായാലും രാഹുലിന് ജാമ്യം കിട്ടുമെന്നാണ് എനിക്കൊരു 99% 100%. കാരണം കോടതി വരെ ഈ കേസ് ഇതുവരെ കോടതി പോലും ഇതിനെതിരെ രാഹുൽ കുറ്റക്കാരനാണെന്ന് ഇതുവരെ കോടതി പോലും പറഞ്ഞിട്ടില്ല. ഇവരെയൊക്കെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ തകർത്തതുപോലെ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു ചാടിച്ചു. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മൻചാണ്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെയൊക്കെ ബാല്യകാലം തൊട്ടേ കൊടി പിടിച്ച് കഷ്ടപ്പെട്ട് ലാത്തി ചാർജ് ഏറ്റ് അത്രയും ത്യാഗം സഹിച്ച് കയറി വന്ന വ്യക്തിയാണ്. പാർട്ടിക്ക് വേണ്ടി പോരാടി കയറി വന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയൊക്കെ. ആ ഉമ്മൻചാണ്ടിയൊക്കെ ഇതുപോലുള്ള കേസുകളിൽ പെണ്ണ് കേസുകളിൽ കൊണ്ടിട്ടിട്ട് പുള്ളിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർത്ത്, പുള്ളി ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ, ആ അടിസ്ഥാനം വരെ തകർത്ത് തരിപ്പണമാക്കി അവസാനം മാനസികമായിട്ട് തകർത്ത് രോഗാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് മരണത്തിലേക്ക് നയിച്ചു വിട്ടിട്ടുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം രാഹുൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇരട്ടി ശക്തിയോടെ കയറി വരുമെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുലിനെ ആദ്യം രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കണം. രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഇതുപോലെ രാഹുലിനെ മാനസികമായിട്ട് തകർത്ത് ഇതുപോലൊരു രോഗാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് മരണത്തിലേക്ക് തള്ളിവിടണം. അതാണ് വേണ്ടുന്നത്. ഞാനിവിടെ ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. അതിനകത്ത് ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ തകർത്തതും ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ ഈ ഒരു രോഗാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതെല്ലാം ആരാണെന്നെല്ലാം നമുക്കറിയാം. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സരിതയുടെ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതിനകത്ത് സത്യാവസ്ഥയെല്ലാം നമുക്കറിയാവുന്നതാണ്, എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഓഡിയോ CD തപ്പി നടക്കുന്നതും അതുപോലെയാണ് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും ഭ്രൂണം തപ്പി നടക്കുന്നത്. എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. മാക്സിമം രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, രാഹുലിനെ സ്നേഹിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം സപ്പോർട്ടും കൂടെ കൊടുക്കുക രാഹുലിന് വേണ്ടിയിട്ട്. എൻ്റെ പിതാവും അദ്ദേഹം തമ്മിലുള്ള അടുത്ത ബന്ധം, ആ പ്രിയപ്പെട്ട ആൻറ്റിയുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത സൗഹാർദ്ദമായിരുന്നു എൻ്റെ മാതാവും എൻ്റെ പിതാവും ഇവർ തമ്മിൽ. പക്ഷേ ഇങ്ങനൊരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എൻ്റെ പിതാവ് ഇപ്പം സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും. ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത്? ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24. എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ CD തപ്പി യാത്ര നടത്തിയത്? കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ CD യാത്ര നടത്തിയ ആളുകൾ.
അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന് കേട്ടല്ലോ. ഇവിടെ സരിതയെ ഇറക്കിയതും സരിതയെ കൊണ്ടുവന്നതെല്ലാം ആരാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അതാരാണെന്നൊക്കെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ചാണ്ടി ഉമ്മൻ. ഇനി എത്ര സരിത 2.0 ഇറക്കിയാലും അതൊന്നും ജനങ്ങൾ പുല്ല് വിലയ്ക്ക് എടുക്കും. അതൊന്നും ജനങ്ങൾ ഇനി വലിയ കാര്യമാക്കത്തില്ല. കാരണം ഈ ഒരു പെണ്ണ് കേസ് കണ്ടിട്ട് രാഷ്ട്രീയം ഒരു നാറിയ കളി കളിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സരിതയെ 2.0 കൊണ്ടുവന്നാലും, ഇതെല്ലാം സരിത 2.0 ആളുകളാണ്, കൊണ്ടുവന്നാലും അതൊന്നും എങ്ങും അയക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ചാണ്ടി ഉമ്മൻ ഇപ്പം പ്രതികരിച്ചല്ലോ. അപ്പം ഇത്രയും നട്ടലോടുകൂടി പ്രതികരിക്കാൻ കാണിച്ച മനസ്സ് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷം മാത്രമല്ല, പ്രതിപക്ഷം ഈ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ വരെയാണ് ഇതാക്കി നിൽക്കുന്നത്. എന്നുവെച്ചാൽ അടി കൂടെ ഇട്ട് കാല് വരാൻ നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനേക്കാളും കൂടുതൽ സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപിട്ട് നിൽക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ആർക്കാണ് നിങ്ങളെ സപ്പോർട്ട് കൊടുക്കുന്നത് അതും കൂടെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.